മാത്രമല്ല നമ്മുടെ നാളുകളിൽ OnePlus തങ്ങളുടെ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുന്ന സീരീസാണ് OnePlus Note സീരീസ് സ്മാർട്ട് ഫോണുകൾ. അത്തരത്തിൽ OnePlus Note സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ OnePlus Note C3 Lite എൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് OnePlusന്റെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ മുകളിൽ ഇതുപോലെ OnePlus എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റാപ്പർ ഇതുപോലെ ഊരി മാറ്റാം, ഓപ്പൺ ചെയ്യാം. യെസ്, OnePlus പുതുതായി ലോഞ്ച് ചെയ്ത 2 പ്രോഡക്റ്റുകളും ഇവിടെ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് OnePlus Nord C3 Lite 5G എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ് ഇതുപോലെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലൂ കളറിലൊക്കെയാണ് ഇത്തവണ നോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്, എന്തായാലും നോക്കാം. അത് കൂടാതെ നമുക്ക് അയച്ചിരിക്കുന്നത് OnePlusന്റെ തന്നെ OnePlus Nord Buds 2 ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ നമ്മൾ വരും ദിവസം തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് സെപ്പറേറ്റ് ഒരു വീഡിയോയിലേക്ക് നമുക്ക് ചെയ്യാം. ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതേ ഒരു ബോക്സ്, ഈ ഒരു ബോക്സിനകത്ത് ഇതുപോലെ OnePlusന്റെ ടിപ്പിക്കൽ സിം ഇജക്ടർ പിൻ കണ്ടില്ലേ, ഒരു സ്മൈലി ഒക്കെ ഉള്ള സിം ഇജക്ടർ പിൻ. അതുപോലെ ഇതിനകത്തൊരു ബാക്ക് കേസ് ഉണ്ട്, ക്യാമറ മൊഡ്യൂളൊക്കെ ഏകദേശം മനസ്സിലായി കാണും. അതൊരു ബോക്സി ഡിസൈൻ ആണെന്ന് തോന്നുന്നു സ്മാർട്ട് ഫോൺ. പിന്നീടുള്ളത് ഇതിനകത്ത് OnePlusന്റെ ഒരു നോഡ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതുപോലെ റെഡ് ക്ലബ് മെമ്പർഷിപ്പ് കാർഡ് കൊടുത്തിട്ടുണ്ട്, സേഫ്റ്റി ഗൈഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ ഇവരുടെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി ദയവ് ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ, അതിലേക്ക് വരാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഇരിക്കുന്ന ഇത് കണ്ടില്ല, ഇത് പേപ്പറാണ്, പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ അടുത്തതായിട്ടുള്ളത് ഇതിൻ്റെ ചാർജിങ് കേബിൾ USB A to Type C ചാർജിങ് കേബിളാണ് നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ ദേ ഇരിക്കുന്നു ഇതിൻ്റെ ഒരു ചാർജർ, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. യെസ്, അടിപൊളി, നല്ല ഗ്ലോസി ലുക്ക്. ആദ്യം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കളർ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലൈറ്റ് ഫ്ലൂറസെന്റ് ഗ്രീൻ കളറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു കളറാണ്. അതുപോലെ ഒരു കാര്യം കൂടി ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, OnePlus Nord C2 Lite എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ, ഇതിന്റെ മുൻഗാമി, അത് OnePlusനെ സംബന്ധിച്ച് ഒരു മികച്ച രീതിയിൽ വിൽക്കപ്പെട്ട സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെയും OnePlus Nord C3 Lite എത്രത്തോളം അതിൽ നിന്ന് മനോഹരമാണ് എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോഡിയാണ് ഒറ്റ നോട്ടത്തിൽ തോന്നും. ഇവിടെ OnePlusന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിൽ 3 ക്യാമറകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും 2 വലിയ ഇത്തരം ഒരു റൗണ്ട് മൊഡ്യൂളിനകത്താണ് ഈ 3 ക്യാമറകൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു LED ഫ്ലാഷ് ലൈറ്റും അവിടെ കൊടുത്തിരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ഫിംഗർ പ്രിന്റ് നേരിയ രീതിയിൽ ഇതിനകത്ത് ഇങ്ങനെ പതിയുന്നുണ്ട്, ഒരുപാടൊന്നും പതിയുന്നില്ലെങ്കിലും നേരിയ രീതിയിൽ പതിയുന്നുണ്ട്. ഇത്തവണ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു ഫ്ലാറ്റ് ഷേപ്പിലാണ് ഇത്തവണ ഈ ഒരു സൈഡ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോണിന്റെ വല സൈഡിലാണ് ഇത്തരത്തിൽ പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. താഴെ സ്പീക്കർ ഗ്രില്ല്, USB Type C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും ഇത്തരത്തിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുക്കാറുണ്ട്. ഇവിടെ വോളിയം റോക്കേസും സിം ട്രേയും കാണാം. മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു സിം ട്രേ ഒന്ന് നോക്കാം. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഹൈബ്രിഡ് സിം ട്രേ ആണ് പ്രതീക്ഷിക്കുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണെങ്കിൽ ബെറ്റർ. യെസ്, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരുമിച്ച് ഉപയോഗിക്കാനാകും. ഈ ഒരു ഫോണിന്റെ വെയിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ 195 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഓവർ വെയിറ്റ് ഒന്നുമില്ല. കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതിന് ഈ പറഞ്ഞ ഈ ഒരു ഫ്രെയിം ഇത്തരത്തിൽ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഓക്കെ, കയ്യിലൊക്കെ പിടിക്കാൻ മനോഹരമാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല. കുറച്ചൊരു വലിയ സൈസാണ് ഇത്തവണ OnePlus ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. നല്ല നീളം ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ. കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, കുറച്ച് ഒരു ഹൈറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ് OnePlus Nord C3 Lite. എന്തായാലും എനിക്ക് ഈ ഒരു ഫോണിന്റെ ഒരു ബിൽഡൊക്കെ കയ്യിൽ പിടിച്ചപ്പോൾ ആദ്യം ഞാനിത് ഫസ്റ്റ് ഇംപ്രഷനിൽ ഫോണിന്റെ ബോക്സിൽ നിന്ന് ഫോൺ എടുത്തപ്പോൾ തന്നെ എന്തോ എനിക്ക് ഈ ഒരു ഫോണിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നി. OnePlusന്റെ എല്ലാ സ്മാർട്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ മനോഹരം തന്നെയായിരിക്കും. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല, അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, LCD ഡിസ്പ്ലേ ആണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ LCD ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നില്ല. ഒരു LED ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്ന തരത്തിലുള്ള LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ഡിസ്പ്ലേ ഫ്ലാറ്റ് ആണ്. അതുപോലെ ഫുൾ HD+ റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹയർ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്ന 120 Hz റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഹയർ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ അനുഭവിക്കാൻ സാധിക്കും. മാത്രമല്ല 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ വിഭാഗം നല്ല ഒരു ക്വിക്ക് റെസ്പോൺസ് ആണ്. അപ്പോൾ ഡിസ്പ്ലേയിൽ എനിക്ക് ഒരു കുറവേ പറയാനുള്ളൂ, LED അല്ല എന്നുള്ളത്. പക്ഷേ അതൊരു വലിയ കുറവായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഉള്ള LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ആഷി ഡ്രാഗൺ ടെയിൽ സ്റ്റാർ എന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇതിന്റെ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കോണിംഗ് ഗോറില്ല ഗ്ലാസ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ ആഷി ഡ്രാഗൺ ടെയിൽ സ്റ്റാർ എന്ന പ്രൊട്ടക്ഷനുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും അതിന് എത്രത്തോളം പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നുള്ളത് അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എന്ത് തന്നെയായാലും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ
പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അപ്പോൾ ഈ ഒരു 695 എന്ന് പറയുന്ന പ്രോസസർ പല 5G സ്മാർട്ട് ഫോണുകളിലും കണ്ടുവരുന്ന, അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ 5G സ്മാർട്ട് ഫോണുകളിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോസറാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 695 എന്ന് വേണമെങ്കിൽ പറയാം. ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോസറാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. മീഡിയം പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കും. മാത്രമല്ല നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മാക്സിമം 8GB റാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം 256GB ഇന്റർണൽ മെമ്മറി ലഭിക്കുന്നുണ്ട്. നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇതുപോലെ 8GB റാം ഉള്ള സ്മാർട്ട് ഫോണാണ്. 256GB ആണ് ഇതിന്റെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി. കൂടാതെ 8GB റാമിൽ നമുക്ക് ഇത്തരത്തിൽ 4GB കൂടി റാം എക്സ്പാൻഷൻ ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 8GB റാം ആവശ്യമുള്ള സമയങ്ങളിൽ 12GB റാം ആയിട്ട് അപ്ഗ്രേഡ് ആകുമെന്നതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത. അതുപോലെ റാം എന്ന് പറയുന്നത് LPDDR4X റാമും UFS 2.2 ആണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് ടൈപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. മാത്രമല്ല നമ്മുടെ നാടുകളിൽ പോലും ഇപ്പോൾ 5G നല്ല രീതിയിൽ റോൾ ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു 5G സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ നിൽക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാം. കാരണം ഇതിനകത്ത് 9 5G ബാൻഡിന്റെ സപ്പോർട്ടും ഒക്കെ OnePlus കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും യാതൊരുവിധ കുറവുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് 1-2 കുറവുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് തോന്നിയിട്ടുണ്ട്. അതെന്തൊക്കെയെന്ന് ഞാൻ പറയാം, വീഡിയോ ഫുൾ കാണുക. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. മാത്രമല്ല 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുമുണ്ട്. നേരത്തെ OnePlus Nord C2 Lite 5Gയിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ മാത്രമേ നൽകിയിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. OnePlus Nord C2 Lite 5G എന്ന സ്മാർട്ട് ഫോണിൽ നിന്ന് പിന്നീട് വന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഗ്രേഡ് ഇതിന്റെ ക്യാമറ വിഭാഗത്തിലാണ്. ഇത്തവണ 108 മെഗാപിക്സലിന്റെ പ്രൈമറി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. നേരത്തെ OnePlus Nord C2 Liteൽ 64 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ ആയിരുന്നു നൽകിയിരുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാമറയായിട്ട് 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഓർക്കുക, വൈഡ് ആംഗിൾ സെൻസർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നൽകിയിട്ടില്ല. OnePlus Nord C2 Lite 5Gയിലും ഇത്തരത്തിൽ തന്നെയായിരുന്നു. 64:2:2, ഇവിടെ 108:2:2 എന്നൊരു വ്യത്യാസം. അപ്പോൾ ക്യാമറ ഇതുപോലെ 64 നിന്നും ഒരു 108 മെഗാപിക്സലിലേക്ക് അപ്ഗ്രേഡ് ആയി എന്നുള്ളതാണ് OnePlus Nord C3 Liteൽ 2 Liteൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു ക്യാമറ അപ്ഗ്രേഡ്. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 108 മെഗാപിക്സലിന്റെ ആ ഒരു പ്രൈമറി സെൻസർ സാംസങ്ങിന്റെ HM6 എന്ന് പറയുന്ന സെൻസറാണ്. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ആദ്യം കയ്യിൽ കിട്ടിയപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, ബോക്സിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ എനിക്കിതിന്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഇഷ്ടപ്പെട്ട മറ്റൊരു ഫാക്ടറാണ്, ഈ ഒരു സ്മാർട്ട് ഫോൺ ആദ്യം കയ്യിലെടുത്ത് ഞാൻ ഫസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇത്തരത്തിൽ ഇതിന്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിലൂടെ കാണുന്ന ഒരു വിഷ്വൽ ക്വാളിറ്റി, മികച്ച ഒരു ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാം. ആ ഒരു 108 മെഗാപിക്സലിന്റെ സാംസങ്ങിന്റെ സെൻസർ അത് നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. സെൽഫി എടുക്കാനായിട്ട് OnePlus ഫോണുകളിൽ സ്ഥിരമായിട്ട് വെച്ച് കാണാറുള്ള, OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും സ്ഥിരമായി കണ്ടുവരുന്ന തരത്തിലുള്ള 16 മെഗാപിക്സലിന്റെ ഒരു സെൽഫി സെൻസർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. അത് ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സെന്റർ പഞ്ച് ഹോളിന്റെ വലിപ്പം താരതമ്യേന ഒരു അല്പം വലുതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫോണിന്റെ ക്യാമറ ആപ്പിലേക്ക് വന്നാൽ ഇതുപോലെ ഡെഡിക്കേറ്റഡ് നൈറ്റ് മോഡ്, അതുപോലെ വീഡിയോ മോഡിൽ നമുക്ക് ഇതുപോലെ 1x വീഡിയോയും 3x വീഡിയോയും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ ഫോട്ടോയിലേക്ക് വന്നാലും 1x 3x ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പോർട്രേറ്റ് മോഡ് ഡെഡിക്കേറ്റഡ് ആയി നൽകിയിരിക്കുന്നു. മോറിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഡ്യുവൽ വ്യൂ വീഡിയോ ഓപ്ഷൻ ഉണ്ട്. അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് നമുക്ക് ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഇത്തരത്തിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ സ്ലോ മോഷൻ ഉണ്ട്, അതുപോലെ മാക്രോ മോഡും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നു. വീഡിയോയിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 1080pയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാനാവുന്നുള്ളൂ. അപ്പോൾ 4K സപ്പോർട്ട് ബാക്ക് ക്യാമറയിൽ പോലും നൽകിയിട്ടില്ല. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ചില കുറവുകളുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ എല്ലാവരും OnePlusന്റെ ഫോണുകൾ അധികം ഇഷ്ടപ്പെട്ടത് അവരുടെ ഓക്സിജൻ OS എന്ന ഒരു ക്ലീൻ യൂസർ ഇന്റർഫേസ് ആണ്. ഒപ്പോയുടെ കളർ ഓയിസുമായിട്ടൊക്കെ മെർജിങ് ഒക്കെ പല സ്ഥലങ്ങളിൽ കണ്ടെങ്കിലും ആ ഒരു ക്ലീൻ യൂസർ ഇന്റർഫേസ്, ആ ബ്ലോട്ട്വെയറുകളില്ലാത്ത, നോട്ടിഫിക്കേഷനുകളുടെ ശല്യപ്പെടുത്തലുകളില്ലാത്ത ആ ഒരു ക്ലീൻ യൂസർ ഇന്റർഫേസ് ആയിരുന്നു വീണ്ടും നമ്മളെ OnePlus ഫോണുകളോട് അടുത്ത് നിർത്തിയത്. പക്ഷേ ഇവിടെയും ഇത്തരത്തിൽ ഓക്സിജൻ OSന്റെ 13.1 എന്ന വെർഷനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ Android 13 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഒരു OnePlus ഫോണിൽ ഇത്തരത്തിൽ ഹോട്ട് ഫ്രീ ഗെയിംസ് എന്ന് പറയുന്ന ഒരു ഗെയിം സജഷൻ നമ്മൾ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് സാധാരണ OnePlus ഫോണുകളിൽ
മുൻകാലങ്ങളിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഒപ്പോയുടെ ഫോണുകളിലൊക്കെ കാണാറുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞ ഒരു ആപ്പ് സജഷൻ അല്ലേ കൊടുത്തിരിക്കുന്നത് അല്ലേ. വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കയറി പോകാം. ഹോട്ട് ഫ്രീ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഒരു ഗെയിം സജഷൻ കൊടുത്തിരിക്കുന്നു. അത് മാറ്റി നിർത്തിയാൽ വേറെ ബ്ലോട്ട് വേസുകളിൽ നിന്ന് അങ്ങനെ വിളിക്കത്തക്ക ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ക്ലീൻ തന്നെയാണ്. അത് മാറ്റി നിർത്തിയാൽ, കാരണം ഇതിനകത്ത് പിന്നീടുള്ളത് OnePlusൻ്റെതായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസും അതുപോലെ ആമസോൺ പ്രൈം വീഡിയോ, അതുപോലെ നെറ്റ്ഫ്ലിക്സ്, അങ്ങനെയുള്ള ഒരു പ്രീമിയം ആപ്ലിക്കേഷൻസേ അതല്ലാതെ ഇതിനകത്ത് വരുന്നുള്ളൂ. ആ 2 ആപ്ലിക്കേഷൻസേ വരുന്നുള്ളൂ, ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സ്. ബാക്കിയെല്ലാം ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനും പിന്നെ 1-2 OnePlusൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു ഹോട്ട് ഫ്രീ ഗെയിംസ് അത് ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ട് ഫ്രീ ഗെയിംസ് ഉള്ളത് കൊണ്ട് തന്നെയും ഒരു പക്ഷേ നമ്മളിത് സിം കാർഡൊക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ ആ കാണുന്ന ഗെയിം ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ ചിലപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ അനാവശ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇതിനകത്ത് സിം ഇട്ട് അങ്ങനെ ഉപയോഗിച്ചില്ല. പക്ഷേ ഇത്രയും 2 ദിവസമായിട്ട് ഞാൻ ഈ ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ഇവിടെ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ അങ്ങനെയുള്ള ഗെയിമിൽ നിന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പ്രീമിയം സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടതാണ് അല്ലേ, പക്ഷേ നിങ്ങൾ കേൾക്കുമ്പോൾ എത്രത്തോളം ക്വാളിറ്റി, ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി ഫീൽ ചെയ്യില്ല. കാരണം നമ്മുടെ മൈക്കിലൂടെയും നിങ്ങളുടെ ഫോണിൻ്റെ സ്പീക്കറിലൂടെയല്ലേ കേൾക്കുന്നത്. കുറ്റമായിട്ട് പറഞ്ഞല്ല, പക്ഷേ ഈ ഒരു ഡയറക്റ്റ് കേൾക്കുന്ന ആ ഒരു ക്വാളിറ്റി ഒരു പക്ഷേ കിട്ടണമെന്നില്ല. പക്ഷേ എന്തിനായാലും ഒരു പ്രീമിയം സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് സ്റ്റീരിയോ സ്പീക്കറാണ്. കണ്ടില്ലേ, മുകളിലും താഴെയുമായിട്ടാണ് ഇതിൻ്റെ ഒരു സ്പീക്കർ സംവിധാനം കൊടുത്തിരിക്കുന്നത്. എന്തായാലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി കൂടെ കാണാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ ഈ കാണുന്ന പോലെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞില്ലേ, അത് വെറും വാക്ക് പറഞ്ഞതല്ല. LCD ഡിസ്പ്ലേ ആണെന്ന് നമ്മളോട് എടുത്ത് പറഞ്ഞാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കൂ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കണ്ടാൽ. കാരണം AMOLED ഡിസ്പ്ലേ ഡെലിവർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നൽകുന്നുണ്ട്. അത് വളരെ സത്യസന്ധമായി ായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ ഒരു AMOLED ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്ന LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റ് സംവിധാനവും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC സപ്പോർട്ട് ഒന്നും നൽകിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് OnePlus Nord CE2 Lite എന്ന സ്മാർട്ട് ഫോണിൽ നിന്ന് CE3 ലൈറ്റിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും. ആദ്യം OnePlus Nord CE2 ലൈറ്റിൽ നിന്ന് CE3 ലൈറ്റ് എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള അപ്ഗ്രേഡുകളൊന്നും OnePlus നൽകിയിട്ടില്ല. 2-3 കാര്യങ്ങൾ മാത്രമേ ഒരു അപ്ഗ്രേഡ് വന്നിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 66 മെഗാ പിക്സലിൽ നിന്ന് 108 മെഗാ പിക്സലിലേക്ക് പ്രൈമറി സെൻസർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി ക്യാമറ സെറ്റപ്പ് ഇൻക്ലൂഡിംഗ് സെൽഫി എല്ലാം സെയിം തന്നെയാണ്. രണ്ടാമത്തെ ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൽ നിന്ന് 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പിന്നെ ഡിസ്പ്ലേയുടെ സൈസിലേക്ക് ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. PPIയും കഴിഞ്ഞ ഫോണിൽ നിന്ന് ഒരു അല്പം കുറവാണ് ഇതിന്റെ ഡിസ്പ്ലേക്ക് എന്നുള്ളതുമാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം. ഇത് ഇങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അപ്ഗ്രേഡുകളെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ OnePlus Nord CE2 ലൈറ്റിൽ നിന്ന് 3 ലൈറ്റിലേക്ക് വന്നപ്പോൾ വന്നിട്ടുള്ളൂ. പേരല്പം കൺഫ്യൂസ് ചെയ്യാനല്ലേ, OnePlus Nord CE3 ലൈറ്റ് ഇത്രയും പറയണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ OnePlusന്റെ ഈ ഒരു Oxygen OSൽ ഹോട്ട് ഗെയിംസ് എന്ന് പറയുന്ന ഒരു ആപ്പ് റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നതും വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കുറവായി തന്നെ പരിഗണിക്കാം. ഫോണിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ. അതുപോലെ നല്ല ഒരു ഡിസൈൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ മനോഹരം തന്നെയാണ് ഡിസൈൻ വൈസ്. അതുപോലെ പെർഫോമൻസ് സൈഡും ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് ഒരു മീഡിയം പെർഫോമൻസ് ആണ്, കുഴപ്പമില്ല. ബാറ്ററി സൈഡും ഓക്കെയാണ്. 5000 mAh വിത്ത് 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, അതും ബെറ്റർ ആണ്. എന്നാൽ ക്യാമറ വിഭാഗത്തിൽ പ്രൈമറി സെൻസർ ഓക്കെയാണ്. പക്ഷേ ആ ഒരു ഡെപ്ത് സെൻസറും മാക്രോയും 2 മെഗാ പിക്സലിന്റെ പേരിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഒരു കോട്ടമായി പറയാം. പിന്നെ പറയാവുന്ന ഒരു കോട്ടം എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ അതൊരു കോട്ടമാണോ അല്ലയോ എന്ന് പറയാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വില കൂടി അറിഞ്ഞെങ്കിലേ പറയാൻ പറ്റൂ. കഴിച്ചാൽ ആ വിലയ്ക്ക് വേറെ ഗ്ലാസ് ബോഡിയുള്ള സ്മാർട്ട് ഫോൺ കിട്ടുമോ എന്നുള്ള കാര്യം നോക്കിയിട്ട് പറയണം അല്ലേ. പക്ഷേ നിലവിൽ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ് അറിവായിട്ടില്ല. OnePlus Nord CE2 ലൈറ്റ് വിറ്റത് 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. എനിക്ക് തോന്നുന്നു ഇത് കൂടിപ്പോയാൽ ഒരു 20, 21, 22 ആ ഒരു റേഞ്ചിൽ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ചിലപ്പോൾ അതിൽ നിന്നും കൂടാം, ചിലപ്പോൾ അതിൽ നിന്നും കുറയാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച്? സത്യസന്ധമായി പറയട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഉണ്ടായ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ടു. സിമ്മൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് OnePlus Nord CE3 Lite.